നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങൾക്ക് എന്താ അറിയേണ്ടെന്ന് വെച്ചാൽ എന്നോട് ചോദിച്ചാൽ മതി. നിശ്ചയിച്ച വധു മാറിയതിനെ കുറിച്ചാ ഞങ്ങൾക്ക് അറിയേണ്ടത്. അതൊരു പുതിയ കാര്യമാണോ? വിവാഹത്തിന് തൊട്ടു മുൻപ് വധുവോ വരനോ മാറുന്നതും മറ്റൊരു പങ്കാളിയെ വീട്ടുകാർ തിരഞ്ഞെടുക്കുന്നതും ഒക്കെ ഒരു സാധാരണ കാര്യല്ലേ? പുതിയ കാര്യങ്ങൾ നടക്കുന്നത് കണ്ടെത്തി അത് വാർത്തയാക്കുന്നതല്ലേ യഥാർത്ഥ ജേർണലിസം. ഈ വിവാഹത്തെ സംബന്ധിച്ചിടത്തോളം വധു മാറിയതാണ് പ്രേക്ഷകർക്ക് ഇൻട്രസ്റ്റ് ഉള്ള സംഗതി. അവിടെ നിങ്ങൾക്ക് തെറ്റി. പ്രേക്ഷകരുടെ ഇൻട്രസ്റ്റ് എപ്പോഴും പുതിയ കാര്യങ്ങളിലാണ്. അതിന് പുതുമയുള്ള എന്താ ഇവിടെ നടന്നത്? ആ, അതൊന്നും നിങ്ങൾ കാണുന്നില്ല. അതൊക്കെയല്ലേ വാർത്തയാക്കേണ്ടത്. സിറ്റിയിലെ സ്നേഹസദനം എന്ന അനാഥാലയത്തിലെ മദറും സിസ്റ്ററും ആണിവര്. ഇവിടെ ഇവരെ കണ്ടൊന്ന് കുശലം ചോദിച്ചിരുന്നെങ്കിൽ ഈ സമൂഹത്തിന് മാതൃകയാവുന്നൊരു വാർത്ത നിങ്ങൾക്ക് കിട്ടുമായിരുന്നു. ഗൗതം ഗോപിനാഥിന്റെ വിവാഹത്തോടനുബന്ധിച്ച് 5 അനാഥരായ യുവതികളുടെ വിവാഹമാണ് ഈശ്വരമംഗലം ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് നടത്തിയത്. ശരിയാ, എല്ലാ ചെലവും വഹിച്ചത് മാത്രമല്ല, അവർക്ക് ജീവിതം തുടങ്ങാൻ ആവശ്യമായ എല്ലാ സഹായങ്ങളും ഇവര് ചെയ്തു. ഇതൊക്കെയാണ് വാർത്തയാകേണ്ടത്. അല്ലാതെ വധു മാറി വരൻ മാറി എന്നൊക്കെ പറഞ്ഞ് വാർത്തയുണ്ടാക്കിയാൽ ആർക്ക് എന്ത് പ്രയോജനം? പക്ഷെ ഈശ്വരമംഗലം എന്ന വലിയ ബിസിനസ് കുടുംബം ഈ സമൂഹത്തിന് വേണ്ടി ചെയ്ത കാര്യം നാളത്തെ ചരിത്രമാവണം. നാളെ അത് 10 പേർക്ക് പ്രചോദനമായാൽ ഈ സൊസൈറ്റിക്കാണ് അതിന്റെ ഗുണം. മാഡം പറയുന്നൊക്കെ ശരി തന്നെ. പക്ഷേ കല്യാണ മണ്ഡപത്തിൽ പോലീസ് വന്ന എന്തിനാ? എത്ര പവൻ സ്വർണ്ണ മോഷണം പോയത്? ഈ ചോദ്യങ്ങളൊക്കെ പോലീസിനോടല്ലേ ചേട്ടാ ചോദിക്കേണ്ടത്? ഒരു കേസിൽ നിയമപരമായ അന്വേഷണം നടക്കുമ്പോൾ ഞങ്ങൾ അതിനെക്കുറിച്ച് പറയുന്നത് ശരിയാണോ? അത് പോലീസിന്റെ അന്വേഷണത്തെ വഴിതെറ്റിക്കുന്നതിന് തുല്യമല്ലേ? ലെറ്റ് ദം ഡു ദെയർ ഡ്യൂട്ടി. ഗൗതം സാറിന്റെ ആന്റിയും ബിസിനസ് മാഗ്നറ്റുമായ വസുന്ധര മേഡത്തെ സോഷ്യൽ മീഡിയയിലൂടെ മുൻപ് അപമാനിച്ചത് നിധിയാണെന്ന് കേട്ടു. അത് സത്യമാണോ? അങ്ങനെയാണെങ്കിൽ പോലും എന്നെ മരുമകളാക്കാൻ തീരുമാനിച്ച ആന്റിയുടെ വലിയ മനസ്സിനെ നിങ്ങൾ അപ്രിഷിയേറ്റ് ചെയ്യല്ലേ വേണ്ടത്? നിധി ചേച്ചി പൊളിച്ചു. അതെ, മാഡം ഒരു സാധാരണക്കാരിയാണ്. അപ്രതീക്ഷിതമായി ഒരു കോടീശ്വരന്റെ ഭാര്യയാകേണ്ടി വന്നപ്പോൾ എന്തു തോന്നുന്നു? ഇദ്ദേഹം എന്റെ ബെസ്റ്റ്. അയ്യോ സോറി, അത്രയും പറഞ്ഞാ പോരാ. അതിനും അപ്പുറം ഇദ്ദേഹം എന്റെ സ്പെഷ്യൽ ഫ്രണ്ടായിരുന്നു. ദാമ്പത്യ ജീവിതത്തിലും ഞങ്ങൾ പരസ്പരം സ്പെഷ്യൽ ആയിരിക്കും. നിങ്ങൾ ഞങ്ങളുടെ ഫ്രണ്ട്സും വിശിഷ്ട അതിഥികളുമാണ്. റിസപ്ഷൻ കഴിഞ്ഞ് ആഹാരം കഴിച്ചിട്ടേ പോകാവൂ. അപ്പോ നമുക്ക് സെലിബ്രേഷൻ അങ്ങ് തുടങ്ങിക്കളയാം. പറനിറയെ പൊന്നുണ്ടേ, കൊട്ടാരക്കെട്ടുണ്ടേ, കന്നഡിക പെണ്ണിനൊടുക്കാൻ തഞ്ചാവൂർ പട്ടുണ്ടേ. പെണ്ണാളും കൂട്ടരുമായി വീടേറും നേരത്ത് പുതുപുത്തൻ പന്തലിലായി തമ്പേറും തകിലടിയും. വന്നോർക്കെല്ലാം ഊട്ട്, പോണോർക്കെല്ലാം മധുരം, മധുവിധു പോകാൻ ദൂരെ പോണോർക്കെല്ലാം മധുരം, മധുവിധു പോകാൻ ദൂരെ പലനാട്
നടനം പെണ്ണാളെ പൈങ്കിളി പുത്തിരുവാതിര രാത്രിയിൽ പൂവിളി കേൾക്കണം. ആ കാടുകൾ പൂക്കുന്നേ, ആ നാട് വിളിക്കുന്നേ, ഈ പുഞ്ചിരി മായല്ലേ എന്നെന്നും മായല്ലേ. ഗൗതം, കീപ് യുവർ ഡിഗ്നിറ്റി. പെണ്ണിനൊടുക്കാൻ തഞ്ചാവൂർ പട്ടുണ്ടേ, പെണ്ണാളും കൂട്ടരുമായി ആന്റി, തകിലടിയും. അയ്യോ പതുക്കെ സർ. വേണ്ട വേണ്ട, ഞാൻ തിരുമ്മിക്കോളാം. അടങ്ങിയിരിക്കുന്ന നിധി, ഇപ്പൊ തിരുമ്മി അതങ്ങ് മാറും, അല്ലെങ്കിൽ പിന്നെ വീക്കം വരും. വേണ്ട. ഇതൊക്കെ ചെയ്യാൻ ഇവിടെ വേറെ ആരുമില്ലേ? ഗൗതമിനെ കൊണ്ടാണോ ഇവളുടെ കാല് തടവിക്കേണ്ടത്? വൈഫിനൊരു പ്രോബ്ലം വന്നാ ഹസ്ബൻഡ് എന്നല്ലേ അതല്ല സോൾവ് ചെയ്യേണ്ടത്? ഞാൻ ചോദിച്ചത് കേട്ടില്ലേ? കാല് ശരിയാക്കാൻ ഇവിടെ ആരുമില്ലേന്ന്. ഞാൻ നോക്കാം. ആ ഡോക്ടർ വരൂ, ഇവളെ ഒന്ന് പരിശോധിക്ക്. ഹോസ്പിറ്റലിൽ എത്തിച്ച് പരിശോധിക്കുന്നതായിരിക്കും നല്ലത്. ഒരു എക്സ്റേ എടുത്ത് നോക്കിയാലേ എല്ലിന് പൊട്ടലുണ്ടോന്ന് അറിയാൻ പറ്റൂ. അതെ, ഡോക്ടർ പറഞ്ഞാലും കാര്യമുണ്ട്. നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോവാം. അതൊന്നും വേണ്ട സർ, എനിക്കൊരു കുഴപ്പമില്ല. ഇത് ബാമ്പുരട്ടിയെ മാറിക്കോളും. എന്നാലും എന്നെ ഒന്ന് എഴുന്നേക്കാൻ സഹായിച്ചാൽ മതി പ്ലീസ്. ഇവള് പറഞ്ഞത് കേട്ടില്ലേ? ആരെങ്കിലും അവളെ ഒന്ന് പിടിച്ച് എഴുന്നേൽപ്പിക്ക്. അതിനല്ലേ ഏട്ടൻ. അതെ. നമുക്ക് റൂമിലേക്ക് പോയാലോ അല്ലേ? ശരി. രണ്ടാളും ആഹാരം കഴിച്ചിട്ട് റൂമിൽ പോയാൽ മതി. ഹാളിലോ മറ്റോ ഇരുന്ന് ബാമ്പുരട്ടാം. ശരി ആന്റി. മെല്ലെ. വാ. ചേച്ചി വീണപ്പോ ഞാനൊന്ന് പേടിച്ചു. പക്ഷേ അവരത് റൊമാൻസിനുള്ള അവസരമാക്കി മാറ്റി. അവരെ ഒരുമിപ്പിച്ച ദൈവം തന്നെയായിരിക്കും ചേച്ചി ഉരുട്ടിയിട്ടത്.